സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരിതെളിയും. രാവിലെ 10 മണിക്ക് പ്രധാന വേദിയായ തേക്കിൻകാട് മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിക്കുക. 5 ദിവസം 25 വേദികളിലായി നടക്കുന്ന കലാമത്സരങ്ങളിൽ 15,000-ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. വിവരങ്ങൾ നവമി ദിനേശ് നൽകും. തൃശ്ശൂരിൽ നിന്ന് നവമി, തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഉത്സവം പൂരമാണ്, തൃശ്ശൂർ പൂരമാണ്. പക്ഷേ ഇത്രയേറെ കുരുന്നുകൾ അവിടെ എത്തി ഒരു കലയുടെ വലിയ മാമാങ്കം തന്നെ നടത്തുമ്പോൾ അത് തൃശ്ശൂർ പൂരത്തോളം എത്തുന്ന മറ്റൊരു കാഴ്ചയാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പൂരനഗരിയിലേക്ക് എല്ലാവരും എത്തിക്കഴിഞ്ഞോ? എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ പ്രധാന പരിപാടികളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്? തൃശ്ശൂർ മൊത്തം ആവേശമല്ലേ? ശ്രീജ, വെരി ഗുഡ് മോർണിംഗ്. തൃശ്ശൂർ ഇന്നു മുതൽ കലോത്സവ പൂരമാണ്. ഇവിടെ തയ്യാറെടുപ്പുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഉദ്ഘാടനത്തിനായി കാത്തിരിക്കുകയാണ്. ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഗ്ലാമർ പരിപാടികളാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും ഇത് ഉദ്ഘാടനം ചെയ്യുക. 64ാമത് കേരള സ്കൂൾ കലോത്സവം തൃശ്ശൂര് ഇത്തവണ ആതിഥ്യമരുളുകയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണാം. മീഡിയ പ്രവർത്തകരെല്ലാവരും രാവിലെ മുതൽ തന്നെ ലൈവായിട്ടുണ്ട്. അവരുടെയും കൂടി ഒരു ആഘോഷം കൂടി ആണല്ലോ. കുട്ടികളെല്ലാം ഒരുക്കത്തിലാണ്. ഇന്ന് ഭരതനാട്യം, മോഹിനിയാട്ടം ഉൾപ്പെടെയുള്ള ഐറ്റംസ് ആണുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള പുലർച്ചെയൊക്കെ എല്ലാവരും ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്, ഒരുക്കമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ കുട്ടികളെ ഒന്നും അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ വൈകാതെ തന്നെ ഉദ്ഘാടനത്തിന് ശേഷം നമുക്ക് ഓരോ കുട്ടികളെയും അവരുടെ വിശേഷങ്ങളും ഒക്കെ പരിചയപ്പെടാം. അങ്ങനെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാന വേദിയായിട്ടുള്ള തേക്കിൻകാട് മൈതാനിയിൽ, ഈ വേദിയുടെ പേര് സൂര്യകാന്തി എന്നാണ്, ഈ ഗ്രൗണ്ട് ഇവിടെ എത്തി ഉദ്ഘാടനം ചെയ്യും. 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഇവന്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 11:30 അതായത് ഈ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഈ വേദിയിൽ തന്നെയായിരിക്കും മോഹിനിയാട്ടം, HS വിഭാഗത്തിന്റെ മോഹിനിയാട്ടം ഉണ്ടാകും. 3 മണിക്ക് സംഘനൃത്തം ഉണ്ടാകും. ഇതിൽ ഓരോ വേദികൾക്കും ഓരോ പൂക്കളുടെ പേരാണ് നൽകിയിരിക്കുന്നത്. ശ്രീജ, അത് നമുക്കറിയാം. അതിലൊരു വിവാദമൊക്കെ ഉണ്ടാവുകയും നമ്മൾ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ താമര എന്നുള്ളൊരു പേര് കൂടി ഇത്തവണ ഒരു വേദിക്കുണ്ട്. ഇതിൽ 2ാമത്തെ വേദിയായിട്ടുള്ള പാരിജാതം, അവിടെ ഭരതനാട്യമുണ്ട്, ഒപ്പം ഒപ്പനയുണ്ട്. 2 മണിക്കാണ് അവിടെ ഒപ്പന നടക്കുക. വേദി 3 നീലക്കുറിഞ്ഞിയിൽ പണിയ നൃത്തമുണ്ട്. അത് കഴിഞ്ഞ വർഷമാണ് പണിയ നൃത്തം കൂടി ഈ കലോത്സവത്തിലേക്ക് വന്നത്. അത് ഈ വയനാട് ആദിവാസി വിഭാഗക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണ് പണിയ നൃത്തം എന്ന് പറയുന്നത്. അതും ഇത്തവണ കലോത്സവത്തിലുണ്ട്. പിന്നീട് മിമിക്രി ഉണ്ട്, ദേശഭക്തി ഗാനം, ലളിതഗാനം, അറബിക് ദഫ്മുട്ട്, ചാക്യാർ കൂത്ത്, തുള്ളൽ, ഉറുദു ഗസൽ, ഗിത്താർ, സംസ്കൃത നാടകം, പഞ്ചവാദ്യം. അങ്ങനെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഇവന്റുകൾ, പ്രധാനപ്പെട്ട മത്സര ഇനങ്ങൾ. ഇന്നത്തെ ദിവസം ഇത് തന്നെയാണ്. 64 എന്ന ഈ ഒരു ഇതാണ് ലോഗോ. ആ ലോഗോയ്ക്കും ഒരുപാട് പ്രത്യേകതയുണ്ട്. വീണയും ബ്രഷും ഒക്കെ ഉപയോഗിച്ചിട്ടാണ്, അത് ആ രൂപത്തിലാണ് ഇത് ഇത്തവണ 64 എന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെ വലിയ ആഘോഷങ്ങൾക്കായി ഇവിടെ തൃശ്ശൂർ നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മളോടൊപ്പം ഒരു കലാകാരിയുണ്ട്. കഴിഞ്ഞ തന്റെ സ്കൂളിലെ ഈ കലോത്സവ ഓർമ്മകൾ കൂടി പങ്കുവയ്ക്കുകയാണ്. ഇന്ന് തൃശ്ശൂരിൽ ഈ കലോത്സവം കാണുന്നതിന് വേണ്ടിയിട്ട് കൂടി എത്തിയിരിക്കുകയാണ് ജിയ രാജ്. കൊല്ലം മുഖത്തല സ്വദേശിയാണ് ജിയ. ഇവിടെ ഇപ്പോൾ പഠിക്കുകയാണ്, കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ, ഇന്ന് എക്സാം ഉണ്ട്, അതിനു മുൻപ് തന്നെ രാവിലെ ഇവിടെ എത്തി കലോത്സവത്തിന്റെ ഒരുക്കങ്ങളും കുട്ടികളെയൊക്കെ കാണാൻ പറ്റുമോ? അതോടൊപ്പം തന്നെ ഒരു അയവിറക്കൽ കൂടിയാണ് ഇന്നത്തെ ദിവസം. ഹായ് ജിയ. ഇവിടെ വന്നപ്പോഴത്തേക്കും കലോത്സവത്തിന്റെ ഓർമ്മകൾ കൂടി വന്നു അല്ലേ? അതെ, ഒരുപാട് സന്തോഷം. കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ ഇവിടെ വന്നിട്ട് കാണുന്നതും. തൃശ്ശൂർ നഗരത്തിൽ ഒരുപാട് പഠിക്കാനൊക്കെ പറ്റി, ഒരുപാട് ഇത് കാണാൻ പറ്റി, ഒരുപാട് സന്തോഷം. ഇവിടെ വന്നപ്പോ പ്രധാനമായ ഓർമ്മ വന്ന ആ ഒരു കലോത്സവ ദിവസം ഏതായിരിക്കും? അന്ന് എനിക്കൊന്ന് ഭരതനാട്യമാണ്. അതെ, ഭരതനാട്യം. അത് ആ രാവിലെ തന്നെ മേക്കപ്പ് ഒക്കെ ഇട്ട് അല്ലെ ടെൻഷൻ അടിച്ചിരുന്നു, അതൊന്നും ഓർമ്മ പങ്കുവയ്ക്കോ? അല്ല, അത് രാവിലെ എണീറ്റും ഇവിടെ വന്ന് ക്ലാസ്സിലൊക്കെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് മേക്കപ്പ് ഒക്കെ ഇട്ട് എല്ലാം വരുമ്പോഴത്തേക്കും ഭയങ്കര ടയേർഡ് ആവും. അപ്പോഴത്തേക്കും പിന്നെയും സമയങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്ത് ടെൻഷൻ അടിച്ചിട്ടായിരിക്കും ഓരോ പരിപാടിയൊക്കെ പങ്കെടുക്കുന്നത്. ഏതൊക്കെ ഇനത്തിലായിരുന്നു അന്ന് പങ്കെടുത്തിരുന്നത്? ഭരതനാട്യം, ക്ലാസിക്കൽ മ്യൂസിക്, ലളിതഗാനം, അത്രേ ഉള്ളൂ. എ ഗ്രേഡ് ഒക്കെ കിട്ടി. എ ഗ്രേഡ്. അപ്പൊ ഇത് ഇവിടെ വന്നപ്പോൾ അതൊക്കെ വലുതായിട്ട് മിസ് ചെയ്യുന്നു, ഒരുപാട് മിസ് ചെയ്യുന്നു. ഫ്രണ്ട്സിനെയും ആ കലോത്സവ വേദിയും ഓർമ്മകളും ടെൻഷനും എല്ലാം ഒരുപാട്. നമുക്ക് ന്യൂസ് 18 പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് കൂടി ആയാലോ? ഓക്കെ, എന്നൊരു പാട്ട് പാടാം. ഒന്നാം രാഗം പാടി
ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ പാടുവതും രാഗമേ തേടുവതും രാഗമായി ദേവനുമനുരാഗിയാം അമ്പലപ്രാവേ. എന്നാലും വളരെ മനോഹരമായി പാടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം കളക്ടർ കൂടി ചേരുന്നുണ്ട്. കളക്ടർ, എങ്ങനെയുണ്ട് കലോത്സവത്തിന്റെ ഒരു വൈബിലേക്കൊക്കെ എത്തിയോ? കലോത്സവത്തിന്റെ വൈബിലേക്ക് എത്തി. നമ്മൾ 12-ാം തീയതി തന്നെ മറ്റേ ഗോൾഡൻ കപ്പ് ജില്ലയിലോട്ട് കയറിയപ്പോൾ തന്നെ ആ ഒരു വൈബിലോട്ട് എത്തി. ഇന്നലെ ആക്ച്വലി നല്ലൊരു ആവേശത്തിലോട്ടായി. എവിടെ നോക്കിക്കഴിഞ്ഞാലും കുട്ടികളും എല്ലാവരുമായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്സ്, തലേ ദിവസത്തിന്റെ അറേഞ്ച്മെന്റ്സ് ഉണ്ടല്ലോ. ഇപ്പം ഓരോ സ്റ്റോള് സെറ്റപ്പ് ചെയ്യുന്നു, കുട്ടികൾ വരുന്നു, പല ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ വരുന്നു, റെയിൽവേ സ്റ്റേഷനിൽ കുറെ പേര് സ്വീകരിക്കുന്നു, പല ജില്ലകളിൽ നിന്നുള്ള ഒരു ആവേശത്തിലോട്ട് എല്ലാവരും എത്തിക്കഴിഞ്ഞു. കളക്ടറുടെ ഒരു കലോത്സവ ഓർമ്മ എന്തെങ്കിലും ഉണ്ടോ? കലോത്സവ ഓർമ്മയായിട്ടില്ല. ഞാൻ അധികം പങ്കെടുക്കില്ലായിരുന്നു. കലയായിട്ട് ബന്ധപ്പെട്ട് കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. കഴിഞ്ഞ വർഷമായിരുന്നു ആദ്യമായിട്ട് കലോത്സവമായിട്ടും കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് വന്നത്. കാരണം കഴിഞ്ഞ വർഷം ഈ കലോത്സവം തിരുവനന്തപുരത്ത് നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു യോഗം, കളക്ടർമാരുടെ യോഗം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ടായിരുന്നു. അത് ആ ലാസ്റ്റ് ദിവസമായിരുന്നു. അപ്പോൾ അപ്പോഴായിരുന്നു നമ്മളത് ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് എന്നുള്ളത്. അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് നമ്മൾ സ്വർണ്ണക്കപ്പ് കിട്ടുകയും ചെയ്തു. അപ്പോൾ അത് നേരിട്ട് പോയി വാങ്ങിക്കാനുള്ള ഭാഗ്യം കൂടെ ആ സമയത്ത് കിട്ടി. ഈ കലോത്സവം, ഈ തിരക്കുകൾക്കിടയിൽ ഏതെങ്കിലും ഇവന്റുകൾ കാണാനോ ആസ്വദിക്കാനോ ഒക്കെ സമയം കിട്ടാറുണ്ടോ? ഞാൻ അത് കാണണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് അങ്ങനെ പോയി ഇരുന്ന് കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും വേദികൾ സന്ദർശിക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ തന്നെ കുറച്ച് നേരം ഏതെങ്കിലും ഒരു ഈവന്റ് കാണണമെന്നുണ്ട്. കാരണം 249 ഇനങ്ങളുണ്ട്. എന്തായാലും ഇതിലൊക്കെ പലതും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഇനങ്ങളാണ്. അപ്പം അങ്ങനത്തെ പുതിയ ആയിട്ടുള്ള ഇനങ്ങൾ ഇന്ന് നോക്കുകയാണെങ്കിൽ മറ്റേ ഒരു കുറച്ച് 1-2 ഈവന്റ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പം അതെന്തായാലും കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഇന്ന് കളക്ടർ എന്തായാലും തിരക്കിലാണ്. ഇതിന്റെ ഒരു സംഘാടനം കൂടിയുണ്ട്. മുഖ്യമന്ത്രി വരുന്നതിന് മുൻപുള്ള സുരക്ഷ അടക്കം ഉറപ്പാക്കേണ്ടത്, അങ്ങനെ വലിയ തിരക്കിലാണ്. എന്തായാലും ശ്രീജ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു വിശേഷം. പക്ഷേ ഇതല്ല, ഇതൊരു നമ്മുടെ ഒരു വൈബിലേക്ക് എത്തുന്നതേ ഉള്ളൂ. തൃശ്ശൂർക്കാരെ എല്ലാവരും ഉണർന്ന് ഇവിടേക്കൊക്കെ എത്തുന്നതേ ഉള്ളൂ. ഓരോ വേദികളിലും നിറസാന്നിധ്യം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആളുകളൊക്കെ തൃശ്ശൂർക്കാർക്ക് ആഘോഷമാണല്ലോ, അവർക്ക് എപ്പോഴും ആഘോഷങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കൂടിയാണ്. അതുകൊണ്ട് കലോത്സവത്തിനും തൃശ്ശൂർക്കാരെത്തും സദസ്സ് നിറയ്ക്കാൻ എന്നതിൽ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഇന്നലെ രാവിലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ എത്തുകയും എല്ലാ സ്റ്റോളുകളും എല്ലാ ഇടങ്ങളുടെയും സുരക്ഷ പരിശോധിക്കുകയും എല്ലാവർക്കും വേണ്ട സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയാണ് വിദ്യാർത്ഥികൾ ആദ്യമായി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അവർക്കും വലിയ സ്വീകരണമായിരുന്നു. വൈകിട്ട് വലിയൊരു വിളംബര ഘോഷയാത്രയുണ്ടായിരുന്നു. സ്വർണ്ണ കപ്പ് തിരുവനന്തപുരത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഇന്നും ഇവിടേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണ ആരാണ് സ്വർണ്ണക്കപ്പ് നേടിയെടുക്കുക എന്നത് കാണാൻ കാത്തിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് 18-ാം തീയതി ഈ കലോത്സവം സമാപിക്കുമ്പോൾ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട താരം മോഹൻലാലാണ് ഇത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അങ്ങനെ മോഹൻലാലിനെയും കൂടി കാത്തിരിക്കുകയാണ് തൃശ്ശൂർ നഗരം. അങ്ങനെ കലോത്സവത്തിന്റെ എത്താൻ അല്ലെങ്കിൽ തിരി തെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അണിയറയിൽ നമ്മുടെ കുട്ടികൾ എല്ലാവരും ഒരുങ്ങിക്കഴിയുകയാണ്. മോഹിനിയാട്ടം, ഭരതനാട്യം അടക്കമുള്ള ഗ്ലാമർ ഐറ്റംസ് ഉണ്ട്, മിമിക്രി ഉണ്ട്, ഒപ്പനയുണ്ട്. അങ്ങനെ കുട്ടികളെല്ലാവരും അതിന്റേതായിട്ടുള്ള കലോത്സവത്തിന്റെ ഒരു വൈബിലേക്കും ടെൻഷനിലേക്കും ഒക്കെ എത്തിക്കഴിഞ്ഞു. എന്തായാലും വരുന്ന 5 ദിവസം ഇങ്ങനെ തൃശ്ശൂരിന്റെ ആവേശം നമുക്ക് അവിടെ കാണാൻ ഞാനിങ്ങനെ പഴയ ഫോട്ടോസ് എടുത്ത് നോക്കുകയായിരുന്നു. 2018 ഇതിനു മുൻപ് തൃശ്ശൂരിൽ കലോത്സവം എത്തിയത്. ആ സമയത്ത് എല്ലാ വേദികളിലും ജനപങ്കാളിത്തം, ഇത്രയേറെ കലയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ തിങ്ങി നിറഞ്ഞൊരു സ്ഥലം വേറെ ഉണ്ടാവുമോ എന്നറിയില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളെ സംബന്ധിച്ചും തൃശ്ശൂരിലെ കലോത്സവം വളരെ വളരെ സ്പെഷ്യലാണ്. അവർക്ക് ചെണ്ടപ്പുറത്ത് കോല് വീഴുന്ന ശബ്ദം കേട്ടാൽ അവിടെ എത്തുന്നവരാണ് തൃശ്ശൂർക്കാർ. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള 5 ദിവസം മറ്റൊരു പൂരമാണ്. സാധാരണഗതിയിൽ ഏപ്രിൽ അവസാനം മെയ് ഒക്കെ ആയിട്ടാണ് തൃശ്ശൂരിൽ പൂരം വരുന്നത്. ഇത്തവണ അവർക്ക് പൂരം നേരത്തെ എത്തിയിരിക്കുകയാണ്. അത് കലയുടെ പൂരമാണ്. അതിനെ പരമാവധി ആഘോഷിച്ച് തീർക്കുക തന്നെ ചെയ്യും അവിടെ എത്തുന്ന കുട്ടികളും തൃശ്ശൂർക്കാരും. നമുക്കും ആ ആവേശം അതേപടി സ്വീകരിക്കാം. നവമി ഇതുപോലെ എപ്പോഴും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത 5 ദിവസം നിറഞ്ഞ് നിൽക്കും. നമുക്കപ്പോൾ കുട്ടികളുടെ കലാപൂരത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് വരും ബുള്ളറ്റിനുകളിലൊക്കെ എത്താം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.